പറയല്ലോ, കൂട്ടത്തിലിരിക്കുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഒറ്റ. അപ്പോൾ കൂട്ടത്തിലിരിക്കുമ്പോഴും നമ്മൾ കൂട്ടമാണ്, ഒറ്റയ്ക്കിരിക്കുമ്പോഴും കൂട്ടത്തിലായിരിക്കുന്നത്. അതിനാണ് കൊറോണ വന്ന് എത്ര പേര് മരിച്ചു, ആർക്കും അവരെ പോയി കാണാൻ പറ്റി? ആ ജഡം കരിക്കുന്നത് പോലും കാണാൻ പറ്റിയില്ല. തനിക്ക് ഈ അസുഖം വരുമെന്ന് പേടിച്ചിട്ട് പലരും പോകത്തില്ല. മരിക്കുന്നവർ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ, അവർക്കും അവരെ കൂടെ പോകാൻ സാഹചര്യമാണ്. ഇതാണ് ജീവിതം. എത്ര കണ്ടാലും കേട്ടാലും നമ്മൾ മനുഷ്യനോട് നല്ല വാക്ക് പറയാനോ സ്നേഹവും പെരുമാറാനോ ഒരു ചെറിയ സഹായം നൽകാനോ ഒന്നും മടിയാണ്. വിട്ടുവീഴ്ച അല്പം പോലും ഇല്ല നമ്മളിൽ. ഭൂരിപക്ഷം ഭക്തന്മാർക്കും ഭഗവാൻ ഒരു മാർഗം മാത്രമാണ്. ലക്ഷ്യം ഏതെങ്കിലും ഒരു ലൗകിക വസ്തുവിലായിരിക്കും. ഇപ്പം അമ്പലത്തിൽ പോകുന്നു, അമ്പലത്തിൽ പോയാലും ഇന്ന കാര്യം സാധിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇരിക്കുന്നത്. അപ്പം അത് പ്രാർത്ഥന എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരാളെ കാണാൻ പോവുക, പക്ഷെ എന്തിനു വേണ്ടിയാണ്? അയാളോട് കുറച്ച് പൈസ മേടിക്കാൻ വേണ്ടി. അപ്പം അയാളോട് സ്നേഹം കൊണ്ട് പോവുകയല്ല, ലക്ഷ്യം പണമാണ്. ഭക്തന്മാർ അമ്പലത്തിൽ പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നു പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ നമ്മുടെ പരമമായ ലക്ഷ്യത്തിന് കാര്യസാധ്യമാണ്. ഒരു ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് ഭക്തി എന്ന് പറയാനൊക്കത്തില്ല. ആ ഒരു സമർപ്പണം വരുമ്പോഴാണ് നമുക്ക് അപൂർണമായ ഭക്തിയാകുന്നത്. കാര്യം നമ്മൾ ഇച്ഛിക്കാതെ തന്നെ നടത്തിക്കൊണ്ടിരിക്കും. പൂർണ്ണനായ ഒരു തപസ്യയുടെ മുമ്പിൽ ത്രിലോകവും മുട്ടുകുത്തും എന്നുള്ളതാണ്. അവർക്ക് വിചാരിക്കേണ്ട എല്ലാം അവിടെ എത്തിക്കൊള്ളും, പട്ടിണിയിടന്ന് മരിക്കേണ്ട കാര്യത്തില്ല. ശരിക്കും ഒരു തപസ്യ എന്നുള്ള കാന്തം പോലാണ്. പക്ഷെ അവർക്കൊന്നും ഇച്ഛിക്കുക, ആരും ആഗ്രഹിക്കില്ല, എല്ലാം എത്തിച്ചേരും. മറ്റെല്ലാം മറക്കാൻ കഴിഞ്ഞാൽ ഈശ്വരൻ്റെ മാർഗവും ലക്ഷ്യവുമായി മാറും. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ശ്രീകൃഷ്ണപ്രേമത്തിൽ മനസ്സിലിഞ്ഞ് മറ്റെല്ലാം മറന്നുപോയ കുചേലിൻ്റെ കാര്യവും ഇത് തന്നെയാണ്. കുചേലിൻ്റെ കഥയിൽ അത്രയും മക്കളുണ്ടായിട്ടും ഭഗവാന്റെ അടുത്ത് ചെന്ന സമയത്ത് മക്കളെയല്ല ഓർത്തത്, ഭാര്യ പറഞ്ഞ വീടല്ല ഓർത്തത്. അവരും കല്ലുകളോടെ സമർപ്പിക്കുകയാണ്. തൻ്റെതായിട്ടല്ല, മറ്റുള്ളവരുടെ അടുത്ത് മേടിച്ചു കൊണ്ട് പോകുന്നില്ല. അപ്പം തൻ്റെതായിട്ട് കൊടുക്കുന്ന ഭാവമില്ല, യാചിച്ച് കിട്ടിയും കൊണ്ട് പോവുകയാണ്. അപ്പം തൻ്റെതൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെ കൊണ്ട് സമർപ്പിക്കുകയാണ് ദാസ്യഭാവത്തിൽ. അപ്പം എല്ലാം മറന്നു ഭഗവാനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവ ഭക്തന്റെ ദാസനായ ഭഗവാൻ. പിന്നെ ആ കുചേൽ കുബേരനായി. ഞാനൊന്നും അല്ലാത്തപ്പോൾ എല്ലാം ആയി തീർന്നു. വിത്തിൻ്റെ തോട് പൊട്ടിയപ്പോൾ അത് വൃക്ഷമായി. ഹീറോ ആവെന്ന് പറയുന്ന കാര്യം അതാണ്. ആ ശരണാഗതിയുടെ തത്വമാണത്.